അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കലാപ്രേമികളെ, ദഫ്കളി സമഗ്ര പഠനം 8ാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ മൂല്യനിർണ്ണയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഇത് മൂല്യനിർണ്ണയം നടത്തേണ്ടത്? മൂല്യനിർണ്ണയത്തെക്കുറിച്ച് പറയുമ്പോൾ പഴയകാല വിധികർത്താക്കളും ആദ്യകാലം മുതലേ ഇത് ഈ രംഗത്ത് സജീവമായിരുന്ന വിധികർത്താക്കൾക്കിടയിൽ ഇന്നത്തെ വിധികർത്താക്കൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഈ മൂല്യനിർണ്ണയത്തിന്റെ മാർക്കിന്റെ അനുപാതം. അതായത് പാട്ട്, കളി, ഇതിനെ എങ്ങനെ എത്ര മാർക്കുകൾ തമ്മിൽ വിഭജിക്കണം, ഇതിന്റെ അനുപാതം എങ്ങനെ വരണം എന്നുള്ള വിഷയം. ചില വിധികർത്താക്കളൊക്കെ പറയുന്നത് ദഫ് കളി എന്നുള്ളത് കളിക്കാണ് പ്രാധാന്യം, അതുകൊണ്ട് ദഫ് കളിക്ക് ഒരു 60, കളിക്ക് 60 മാർക്കും പാട്ടിന് 40 മാർക്കും എന്ന രീതിയിലാണ് അതിനെ മൂല്യനിർണ്ണയം നടത്തേണ്ടത് എന്ന് വളരെ വാശിയുള്ള, വളരെ ആത്മാർത്ഥതയുള്ള വിധികർത്താക്കൾ, എന്റെ ഗുരുതുല്യരായ പല വിധികർത്താക്കളും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും എന്നോട് പലപ്പോഴും പറയാറുമുള്ള കാര്യമാണ്. എന്നാൽ പുതിയ ന്യൂ ജനറേഷൻ പുതിയ തലത്തിലൂടെ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് 50-50 ആണ്. 50 മാർക്ക് പാട്ടിനും 50 മാർക്ക് കളിക്കും എന്ന രീതിയിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പൊതുവിൽ പോകുന്ന ഇന്നത്തെ പോയിക്കൊണ്ടിരിക്കുന്നത് 50-50. കാരണം ഈ 50-50ലേക്ക് ഈ പഴയ ആദ്യം പാലിക്കപ്പെട്ടിരുന്ന 60-40 മാറാനുള്ള കാരണം ഇന്ന് കളിയെ എത്രത്തോളം സജീവമായോ അതുപോലെ പാട്ടുകാർ, മികച്ച പ്രൊഫഷണൽ പാട്ടുകാർ ഈ രംഗത്തേക്ക് കടന്നു വരികയും പാട്ടുകാർ തമ്മിലുള്ള വളരെ വാശിയേറിയ മത്സരങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഈ 40-60 എന്നുള്ള ഈ അനുപാതം 50-50 എന്നുള്ള അനുപാതത്തിലേക്ക് കാലത്തിനനുസരിച്ച് മാറി വന്നു എന്നുള്ള ഒരു മാറ്റം, ഒരു വൈവിധ്യം, ഒരു പിന്നെ മാറ്റത്തിന്റെ, ഒരു ചട്ടത്തിന്റെ ഒരു മാറ്റം ഇവിടെ സംഭവിച്ചു എന്ന് വേണം നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇത് രണ്ടിനെയും വായിക്കുമ്പോൾ അങ്ങനെയാണ്. ഈ 60-40 എന്നുള്ള അനുപാതം അതും ശരിയാണ്. കാരണം ദഫ് കളിക്ക് കളിയാണ് അവിടെ പ്രധാനം, കളിക്കാണ് അവിടെ വളരെ പ്രധാനം കൊടുക്കേണ്ടത് എന്ന് പറയുന്ന ആളുകളും അത് ഒരു നല്ല തെറ്റായ വാദമൊന്നുമല്ല. പക്ഷേ കാലഘട്ടം അതിനെ എന്തിലേക്ക് മാറ്റി? 50-50ലേക്ക് മാറ്റി. അതായത് അതിശക്തമായ പരിശീലകർ വന്നുകൊണ്ട് വളരെ മികച്ച ഭാവനയുള്ള വളരെ നല്ല പരിശീലക സംഘത്തിലേക്ക് കടന്നു വരികയും അവർ കളിയുടെ വ്യത്യസ്തതകളിൽ വളരെ വീറും വാശിയും കാണിക്കുകയും അങ്ങനെ നല്ല മികച്ച പാട്ടുകാർ ഓരോ ടീമിലും കടന്നു വരികയും ചെയ്തപ്പോൾ ഈ പാട്ടിലുള്ള മൈന്യൂട്ടായ മൈനസുകൾ പോലും രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് കളിയിലെ ചെറിയ ഡിസോർഡറുകൾ പോലും, വശ്യതയുടെ കുറവ് പോലും രേഖപ്പെടുത്തിക്കൊണ്ട് ടീമുകളെ ഇങ്ങനെ സ്ഥാനമാനങ്ങളിലേക്ക് കയറ്റി കൊണ്ടുവരാനുള്ള വളരെ സങ്കീർണമായ ഈ ഉത്തരവാദിത്വം വിധികർത്താക്കൾക്ക് വരുന്ന സമയത്ത് ഈ 60-40 എന്നുള്ളത് 50-50ലേക്ക് വഴിമാറി എന്നുള്ള ഒരു ചരിത്രം മാത്രമേ ഇതുള്ളൂ. ആര് മാറ്റി എന്ന് ചോദിച്ചാൽ ആരുമില്ല. ഇതിന്റെ ഗമനം ഇത് ഇങ്ങനെ സംഭവിപ്പിച്ചു എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതിലേക്ക് മാറിയത് മറ്റുള്ളവരെ 60-40 എന്ന് പിന്നെ അനുപാതം വേണമെന്ന് പറഞ്ഞവരെ ആരും തള്ളി പറഞ്ഞതല്ല. ഈ 50-50ലേക്ക് ആരെങ്കിലും ഇതിനെ മാറ്റിയെന്നും നമുക്ക് ഇതിനെ പറയാൻ പാടില്ല. ആരും കുറ്റം പറയേണ്ടതില്ല. ഇതിന്റെ ഗമനം ഇങ്ങനെ ആക്കി തീർത്തു എന്നേ പറയാറുള്ളൂ. കാരണം ഈ കളിയുടെ ഗമനം അങ്ങനെയാണ്. ഈ കളിയുടെ ഈ ഒരു വ്യത്യസ്തത തന്നെ അതാണ്. കാലഘട്ടം ആരുമല്ലാത്ത രീതിയിൽ സ്വയം ഇതിന്റെ ചലനം, ഇതിന്റെ സഞ്ചാരം, നമ്മൾ സഞ്ചരിക്കുന്നവരെ ചില ചട്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ള വളരെ മനോഹരമായതോ അതല്ലെങ്കിൽ വളരെ വൈവിധ്യമാർന്നോ അതല്ലെങ്കിൽ വളരെ അത്ഭുതകരമായതോ ഒരു കാഴ്ച ഒരു